അപ്പൊ നമ്മള് മലയാളികൾക്ക് ഇത്രയും അഭിമാനിക്കാവുന്ന ലെവലിൽ ഒരു വയലന്റ് ജോണറിൽ ഒരു മൂവി വരുമ്പോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബട്ട് ഓൾ ഇൻ ഓൾ ഐ വാസ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ശരിക്കും വാവ് മൊമെന്റ്സ് ആയിരുന്നു. അതിന്റെ വയലൻസ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഫാമിലി സെന്റിമെന്റ്സ്, ആ ടച്ചിങ് മൊമെന്റ്സ് എല്ലാം കൂടി ചേർത്തപ്പോ സത്യം പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ വെരി മച്ച് വർക്ക് മൂവിയാണ്. ഐ എം സോ ഹാപ്പി. ആ സ്വാഗ് ആണ് ഇത് ബ്രോ, ഇതിന്റെ ഒരു ബലം എന്ന് പറയുന്നത്. ആൻഡ് ക്ലൈമാക്സ് മാത്രമല്ല, ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ വാട്ട് നെക്സ്റ്റ് ലൈക്ക് നമുക്ക് എന്താ പറയാ, ഇറ്റ്സ് എ ട്രീറ്റ് ഫോർ അവർ ഐസ് ടു വാച്ച് എന്ന് തന്നെ പറയാം. ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഇംപ്രസ്. നമ്മുടെ മലയാളത്തിൽ ഈ ഒരു ലെവലിൽ ഒരു ഫുള്ളി പാക്ഡ് വയലന്റ് മൂവി വന്നതിൽ ഐ എം സോ ഹാപ്പി. ആൻഡ് ഉണ്ണി ഒന്നും പറയാനില്ല, ഗ്രേറ്റ് ജോബ്. ആൻഡ് ഓൾസോ ഷെരീഫ്, ഐ മസ്റ്റ് താങ്ക് ഹനീഫ്, എവറിബഡി, ഫുൾ ടീമിനെ താങ്ക് ചെയ്യണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നതിന്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഹി ഹാസ് വർക്ക്ഡ് സോ ഹാർഡ് ഫോർ ദ മൂവി. ആൻഡ് അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പുള്ളിയുടെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാം. മുകുന്ദൻ ഇസ് വേറെ ലെവൽ, ബ്രില്യന്റ്. കാരണം കുറെ നാളുകൾക്ക് ശേഷം പുള്ളി ആക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓലെ ഹെവിയാണ്, ഒന്നും പറയാനില്ല. കണ്ടാലേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് മനസ്സിലാവും. കാരണം എനിക്ക് തോന്നണില്ല മലയാളത്തിൽ ഇങ്ങനെ വയലൻസ് കാണിച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല സീനും ഉണ്ട് അങ്ങനത്തെ. ഞാൻ പക്ഷെ അങ്ങനെ കണ്ണൊന്നും പൊത്തിയില്ല, പക്ഷെ എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു. കാരണം ഒരു ഫാമിലി ആയിട്ട് വന്നൊരാൾക്ക് ചിലപ്പോൾ അത് അത്ര ഡൈജസ്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ യൂത്തിന് പറ്റിയൊരു ആക്ഷൻ ബാക്ക്. നമ്മളിപ്പോ കുറെ KGF അങ്ങനെ കാണുമ്പോൾ ഉള്ള പോലത്തെ കുറെ സീക്വൻസും ഇടി തന്നെ, വേറൊന്നും പറയാനില്ല. മാസല്ല നമ്മളിപ്പോ റെബൽ കിങ് ഇതാണ് പ്രഭാസ് എന്ന് പറഞ്ഞ, പക്ഷെ കേരളത്തിലെ റെബൽ കിങ് ഉണ്ണിമുന്തനാണ്. അത് ഇനി മാറ്റാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ആക്ഷൻ സീനും ഇടിയും ഫൈറ്റും അതിന്റെ ഒപ്പം തന്നെ ജഗദീശേട്ടനെ സിദ്ധിക്കായിരുന്നു പിടിച്ച് ഒപ്പത്തിനൊപ്പം പിടിച്ച് അടിപൊളിയായിട്ട്. ഇത്ര അടിപൊളിയായിട്ട് ഒരു വയലൻസ് പാടം ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കണക്ട് ആവുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് സീനാകുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോകുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം കണ്ടിട്ടില്ല, മലയാള പടത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് ഒരു നോർമൽ വയലൻസ് പ്രതീക്ഷിച്ച് പോകുമ്പോ അതിന്റെ 10 ഇരട്ടിയാണ് അവര് തന്നേണം നമുക്ക് ഔട്ട്. അത് പറഞ്ഞാൽ നമ്മള് വാവ് ഫീലിംഗ് ആണ്. അങ്ങനെ ഇല്ല, വയലൻസ് ഫാമിലി പടമല്ല, ഒട്ടും ഫാമിലി പടമല്ല, ഒരിക്കലും ഫാമിലി പടമല്ല. ബട്ട് ഫാമിലിക്ക് വേണമെങ്കിൽ കാണാം, മീൻസ് വയലൻസ് പടം ഓണെന്ന് അറിഞ്ഞോണ്ട് കാണാൻ. was very very nice. It was like the stunts were nice, actions were nice, music was nice, all the actors were very good. Unni Mukundan did very well in it. ഒരു അസൽ വയലൻസ് മൂവിയാണ്, നല്ല സൂപ്പർ വയലൻസ് മൂവിയാണ്. പിന്നെ നല്ല അടിപൊളി മേക്കിംഗ് ആണ്. പിന്നെ ഒരു ഫാമിലി ഓഡിയൻസിനൊന്നും കണ്ടിരിക്കാൻ പറ്റുന്ന പാടല്ല, നമ്മളെ വയലൻസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഫസ്റ്റ് പാർട്ട് കുറച്ചുണ്ടായിരുന്നു, but then it was a very good movie. The bond was very strong. I really liked the movie. Oh, super ആണെട്ടോ. I loved his performance. പിന്നല്ലാണ്ട് എല്ലാം സൂപ്പറാണ്. It was very emotionally connected. Like first part you would have the bro romance and it is amazing. ഒറ്റ വാക്കി പറഞ്ഞ ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട്? He's very hot in the movie.